നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. സ്കൂളിലെ തന്നെ അധ്യാപകനായ സുൽജിത്ത് SG ആണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി സംവിധാനവും ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. സമകാലിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളും അവർക്ക് കൈത്താങ്ങായി ഒരു അധ്യാപകൻ നടത്തുന്ന മാതൃകാപരമായ ഇടപെടലുകളുമാണ് ചിത്രം അനാവരണം ചെയ്യുന്നത്. കാണാം വിശദമായ വാർത്ത. നമസ്കാരം, എൻ്റെ പേര് അനുശ്ര ചന്ദ്രനെ. നാവായിക്കുളം ഗവൺമെൻറ് HSSൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ സ്കൂളിൽ പുതിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുകയാണ്. വെളിച്ചത്തിലേക്ക് എന്നാണ് അതിൻ്റെ പേര്. ഫസ്റ്റ് തന്നെ എല്ലാവരും ആ ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും എല്ലാം നമുക്കുണ്ടാവണം. ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോൾ തന്നെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും ലഭിച്ചു. ഇനി ഓരോരുത്തരെയും ചോദിക്കാം. നമ്മുടെ സ്കൂളിലെ പ്രഥമാധ്യാപകനായ അനിൽകുമാർ സാറിൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് കുട്ടികൾക്ക് വളരെ കൗതുകകരമായിരിക്കുകയാണ്. ഞാൻ അനിൽകുമാർ ജി, സ്കൂളിലെ പ്രഥമാധ്യാപകനാണ്. നമ്മുടെ സ്കൂളിലെ സുൽജിത്ത് സാറിൻ്റെ നേതൃത്വത്തിൽ വെളിച്ചത്തിലേക്ക് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ എത്തുന്ന കുട്ടികളിൽ ഒട്ടനവധി മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. ഈ സംഘർഷങ്ങളും പ്രയാസങ്ങളും നമ്മൾ അധ്യാപകർ നേരിട്ട് അറിഞ്ഞ് പരിഹരിച്ച് പോയാൽ മാത്രമേ കുട്ടികൾ പഠനാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ അറിഞ്ഞ് ഈ പ്രയാസങ്ങൾ അറിഞ്ഞ് കുട്ടികളെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റുന്ന തരത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. ഈ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമസ്കാരം, ഞാൻ ആര്യായ GHSS നാവായിക്കുളത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ നിർമ്മാണം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് വെളിച്ചത്തിലേക്ക്. അതിൻ്റെ ഡയറക്ടറായ സുൽജിത്ത് സാറിലേക്ക് പോകാം. സാർ, ഷോർട്ട് ഫിലിമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യം ഈ ചോദ്യം എന്നിലേക്ക് വന്നതിൽ വളരെയധികം നന്ദി. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PT അംഗങ്ങൾ, സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട HM ഇവരോടൊപ്പമാണ്. പുതിയ പാഠ്യപദ്ധതി മാറി വന്ന സമയത്ത് അതിൽ തീർച്ചയായിട്ടും ഹ്രസ്വചിത്ര നിർമ്മാണം ഒരു പ്രധാന പഠന പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ, ആ ഹ്രസ്വചിത്രത്തിലേക്ക് പോകുന്നതിനുള്ള നമ്മുടെ ഘടകങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച മോളടക്കം നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളാണ്. കാര്യം ഓരോ അധ്യാപകർക്കും നിരവധിയായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വലിയ പുസ്തകങ്ങൾ എഴുതാനുള്ള അനുഭവത്താളുകൾ അവരുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് അത്തരത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് കാണിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു 2-3 നേർക്കാഴ്ചകൾ, ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, കളിച്ച് ചിരിച്ച് വളരേണ്ട പ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ഇരുളടഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യത്തിലേക്ക് അധ്യാപകർ വെളിച്ചം വീശേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാ അധ്യാപകരും അങ്ങനെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ ഒന്ന് വെളിച്ചത്ത് കാണിക്കണം, വെള്ളിത്തിരയിൽ കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം വന്നു. ഞാനൊരു ഡയറക്ടറൊന്നുമല്ല, നേരത്തെ ചോദിച്ചെങ്കിലും ഡയറക്ടറൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമാ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഹ്രസ്വ ചിത്രം മുമ്പും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം അടക്കം ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൺമുന്നിൽ വരുന്ന കുട്ടികളുടെ അവരുടെ കൃഷ്ണമണി നോക്കി തന്നെ നമുക്ക് അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക്, നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾക്കപ്പുറം ജീവിത പാഠത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ ഒരല്പം വെളിച്ചം, ഒരു മിന്നാമിനിങ്ങിൻ്റെയെങ്കിലും ഒരു നുറുങ്ങ് വെട്ടം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അധ്യാപകരുടെ ജീവിതം സഫലമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ അധ്യാപകരും അങ്ങനെ ശ്രമിക്കുന്നവരുമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ഒരു ഷോർട്ട് സിനിമ നിർമ്മിക്കാൻ എനിക്ക് ഭയങ്കര പ്രോത്സാഹനം തന്നത് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാവായിക്കുളം ഗവൺമെൻറ് HS ആണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിൽക്കുന്ന മണ്ണ് നമുക്ക് തരുന്ന ഊർജ്ജമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ വേരുകൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ കൂടെ ഇല്ല റിട്ടയർഡായ
പ്രിയപ്പെട്ട HM സിനി ടീച്ചറായാലും അതുപോലെ തന്നെ ഞാൻ വന്ന അന്ന് തൊട്ട് എനിക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും കലയായാലും അക്കാഡമിക് തലത്തിലായാലും എല്ലാം പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട ബിജു സാറ്, അതുപോലെ തന്നെ PTA നമ്മുടെ PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹാരിസ് സാറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാര്യം ഒരു ദിവസം ഷൂട്ട് മുടങ്ങിപ്പോയി. ആ സമയത്ത് ഉത്സവം നടക്കുന്നു. അപ്പോൾ സാറിനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. സാറൊരു 5 മിനിറ്റിനകം വന്ന് വിളിച്ചെത്തിക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്തു. അല്ലെങ്കിൽ സത്യത്തിൽ അന്നത്തെ ദിവസം ആ ഷൂട്ട് മുടങ്ങിയേനെ. പിന്നെ അതുപോലെ തന്നെ ഫൈസൽ സാറ്, പിന്നെ മറ്റ് PTA അംഗങ്ങൾ, കഴിഞ്ഞ ദിവസം PTAക്ക് വന്ന ഒത്തിരി ആൾക്കാർ വലിയ പ്രോത്സാഹനം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ വർഷം മുതൽ ചാർജ് എടുത്ത അനിൽകുമാർ സാറ്, അദ്ദേഹം വന്നുടനെ തന്നെ എനിക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. അങ്ങനെയൊന്നും സാധാരണ കിട്ടാറില്ല. അതെനിക്ക് വലിയ ഊർജ്ജമാണ്. പിന്നെ കുട്ടികൾ, പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, ഒത്തിരി നല്ല പ്രോത്സാഹനം. അതേപോലെ തന്നെ കുട്ടികൾ, നിരവധി കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിലുണ്ട്. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ക്ലാസ് പ്രവർത്തനമായാലും സ്കൂളിലെ പ്രവർത്തനമായാലും അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രോത്സാഹനമാണ് ഈ ഒരു സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. കാര്യം ഇതിൻ്റെ ഔട്ട്കം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അത് കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ആ സിനിമയുടെ നിർമ്മാണ ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ച മാനസികമായ ഉല്ലാസം, രസം, സജീർ സാറൊക്കെ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നൈറ്റ് ഷൂട്ടും മഴ നനഞ്ഞ് നിന്നതും സാറ് 3 മണിക്കൂർ നിന്ന് സഹകരിച്ചു. സാറിന് അങ്ങനെ ചെയ്യാറില്ല. 3 മണിക്കൂർ മഴയത്താണ് നനഞ്ഞ് നിന്നതും. ആ കുട്ടികളും അതുപോലെ തന്നെ ഒരു പേരൻ്റ് രാത്രി ഒരു 10-10:30 വരെ നമ്മളെ കൂടെ ഇരുന്നു. അപ്പോൾ അത്തരത്തിൽ പേരൻസും എല്ലാം സഹായിക്കുന്നു. അപ്പോൾ ആ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് 1 കോടി രൂപ കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. ആ പ്രോത്സാഹനത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. അത് ഈ സ്കൂളിൽ നിന്ന്, സ്കൂൾ അധികാരികളിൽ നിന്ന്, PTAയിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് കിട്ടി. അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പടം ഇറങ്ങുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ സിനിമയല്ല, കുട്ടികളുടെ ചെറിയ ഷോർട്ട് സിനിമയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ വരും. കാര്യം നമ്മൾ പ്രൊഫഷണൽസ് അല്ല, നമ്മൾ ബേസിക്കലി അധ്യാപകരാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ചപ്പാടിലൂടെ, ആ പരിമിതിയിൽ നിന്ന് വേണം ഈ ഒരു ഷോർട്ട് സിനിമയെ കാണാൻ. ഒരുപാട് പൈസയൊന്നും മുടക്കി എടുക്കുന്നതല്ല, ചെറിയ പൈസ മുടക്കി എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു എല്ലാവരും കൂടെ ചേർന്നത് കണ്ട് ഒരു വിജയമാക്കണം. അതുവഴി ഭാവിയിലെ കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുക്കാനുള്ളൊരു അടിത്തറയായിട്ട് കൂടി ഈ സിനിമയെ കാണണം എന്ന് അഭ്യർത്ഥിക്കാനാണ് എനിക്കുള്ളത്. നന്ദി. നമ്മുടെ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ ശ്രീ സുൽജിത്ത് സാറ് നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന, നമ്മുടെ ഈ സ്കൂളിനെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചെയ്യുന്നൊരു ടെലിഫിലിം ആണ് വെളിച്ചത്തിലേക്ക്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ, അതിന് ഒരു അധ്യാപകൻ അവർക്ക് താങ്ങായി നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന, അവർക്ക് പിന്തുണ തരുന്ന ഒരു ഫിലിമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ സ്കൂളിൽ ഇപ്പോൾ സുൽജിത് സാറിനെ സംബന്ധിച്ച് സാറുമായി ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ ഒരുപാട് കലാവാസനകളും അതുപോലെ മറ്റ് ആക്ടിവിറ്റികളിലും മിടുക്കരായ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് സാറ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവരെ കണ്ടെത്തി, അവർ ഏതിലൊക്കെയാണ് അവരുടെ വാസന എന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് മാർഗദർശിയായി അവർക്ക് ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതി തന്നെ സാറിൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സുൽജിത്ത് സാറിന് PTAയുടെ പേരിൽ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കും. ഞാൻ ബിജു, ഈ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനും ഈ സ്കൂളിലെ മലയാളം അധ്യാപകനുമായ സുൽജിത്ത് സാറ്, അദ്ദേഹം സിനിമ, സീരിയൽ നടനും ആണ്. അതുപോലെ തന്നെ മറ്റ് നാടകം, ബാലെ അതുപോലെയുള്ള കലാരൂപങ്ങളിലുമൊക്കെ വളരെയധികം നന്നായി പെർഫോം ചെയ്ത് വരുന്ന ഒരു നടൻ കൂടിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത് നിർമ്മിക്കുന്ന വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിമിൻ ആണ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വളരെയധികം സഹായകമാകും. തിരക്കഥാരചന അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്നതിനും അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ നിർമ്മാണം കുട്ടികളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അതോടൊപ്പം ഇവിടുത്തെ അധ്യാപകർക്കും പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിനയത്തിലൂടെയും മറ്റുമൊക്കെ അവർക്കുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ധാരാളം കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ഇത്തരത്തിലുള്ള വിവിധ കഴിവുകളാൽ സമ്പന്നമാണ്. അദ്ദേഹത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എന്ന ഈ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പേര് വിജയകുമാർ. ഞാൻ ഈ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. നമ്മുടെ സഹപ്രവർത്തകൻ നിർമ്മിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ വെളിച്ചത്തിലേക്ക് പങ്കെടുക്കുവാൻ ഒരവസരം ലഭിച്ചു. കുട്ടികൾക്ക് സിനിമയും സീരിയലും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ അവർക്ക് ഇത് ഒരനുഭവമായിട്ട് കഴിഞ്ഞു. ഇതിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ബിജു, നാവായിക്കുളം സ്കൂളിലെ UP വിഭാഗം അധ്യാപകനാണ്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് തിരക്കഥ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഷോർട്ട് ഫിലിം നിർമ്മിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടികൾക്ക് വ്യക്തമായ അറിവ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ മലയാള അധ്യാപകനായ ശ്രീ സുൽജിത് സാർ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിം വളരെ പ്രയോജനപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു വേഷം അഭിനയിക്കാൻ സാധിച്ചു. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ പ്രിയപ്പെട്ട സുൽജിത് സാറ് കഥാ, തിരക്കഥ, സംവിധാനം, സംഭാഷണം എല്ലാം ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ വെളിച്ചത്തിലേക്കെന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരമായി ഏതൊക്കെ രീതിയിൽ സാധ്യമാക്കാം എന്നൊക്കെ ഉള്ള സാധ്യതകൾ കൂടി ഈ വെളിച്ചത്തിലേക്കെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലൂടെ അദ്ദേഹം സമൂഹത്തിന് വെളിച്ചം കാട്ടുകയാണ്. എന്തായാലും എല്ലാവരും ഇത് കാണുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവിധ ആശംസകളും നേരും. നമസ്കാരം, എൻ്റെ പേര് ദേവനന്ദ. ഞാൻ GHSS നാവായിക്കുളം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ക്ലാസ് അധ്യാപകനും മലയാളം അധ്യാപകനുമായ സുൽജിത് സാർ നിർമ്മിക്കുന്ന വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്കും ഒരവസരം ലഭിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം തന്നെ സാറിനോട് നന്ദി പറയുന്നു. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം എല്ലാവരും കാണണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നന്ദി. നമസ്കാരം, ഞാൻ ശിവ SS. ഞാൻ GHSS നാവായിക്കുളം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 9ാം ക്ലാസ്സിലെ സുൽജിത് സാർ മലയാള അധ്യാപകനും ഫിലിം ക്ലബ് സെക്രട്ടറിയുമായ സുൽജിത് സാറിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക് എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു വേഷം എനിക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പരമാവധി കാണാൻ ശ്രമിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ്. ഞാൻ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ സ്കൂളിലെ മലയാള അധ്യാപകനും സ്വീക്കൻസ് ഫിലിം ക്ലബ് സെക്രട്ടറിയുമായ സുൽജിത് സാർ തിരക്കഥ, സംവിധാനം, സംഭാഷണം, പോസ്റ്റർ നിർമ്മാണം ചെയ്യുന്ന വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ ഞാനും ഒരു റോൾ ചെയ്യുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് കൗതുകപരമായ ഓർമ്മകളും രസമുഹൂർത്തങ്ങളും സമ്മാനിച്ചു. ഈ ഷോർട്ട് ഫിലിം റിലീസാവുമ്പോൾ നിങ്ങൾ എന്തായും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നന്ദി. നമസ്കാരം, ഞാൻ ആര്യ. GHSS നാവായിക്കുളം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിമിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തും. നമസ്കാരം, എൻ്റെ പേര് അനുശ്ര ചന്ദ്രൻ A. നാവായിക്കുളം ഗവൺമെൻറ് HSSൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മുടെ സ്കൂളിലെ സീക്വൻസ് ഫിലിം ക്ലബ് സെക്രട്ടറിയും ഞങ്ങളുടെ ക്ലാസ് അധ്യാപകനുമായ സുൽജിത് സാർ തിരക്കഥയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് വെളിച്ചത്തിലേക്ക് എന്ന പുതിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഷോർട്ട് ഫിലിം റിലീസാവുമ്പോൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുചേർക്കണം. നന്ദി. ഞാൻ ഫൈസൽ ഖാൻ, സ്കൂളിലെ SMC ചെയർമാനാണ്. നാവായിക്കുളം സ്കൂളിൽ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ ഒരു ഹ്രസ്വചിത്രം നിർമ്മിക്കുകയാണ്. ആ നിർമ്മാണത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച സുൽജിത്ത് സാറ്, ഇവിടുത്തെ അധ്യാപകർ, ബാക്കി എല്ലാവർക്കും സ്കൂൾ SMC ചെയർമാൻ്റെ പേരിൽ SMCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് സജീർ. ഞാൻ നാവായിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്.
നമ്മുടെ സ്കൂളിൽ തന്നെ മലയാള അധ്യാപകനായ സുൽജിത് സാറ് കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന വെളിച്ചത്തിലേക്ക്, അതായത് ടു ദ ലൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിലിമെന്ന് പറയുന്നത് നമ്മുടെ ആനുകാലിക സമൂഹത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില വശങ്ങൾ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ള ചില വിഷയങ്ങൾ വളരെ ഗഹനമായി ചർച്ച ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഇത്. കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് എങ്ങനെയാണ് ഒരു അധ്യാപകൻ, ഒരു വിദഗ്ധനായ ഒരു അധ്യാപകൻ, നല്ലൊരു അധ്യാപകൻ എങ്ങനെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കുട്ടിയെ തൻ്റെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വിഷയമാണിത് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഈ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങുമ്പോൾ കാണികൾക്ക് ഒരു വിസ്മയമാവും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞാൻ അർച്ചന ഉണ്ണി, കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക. ചെറിയൊരു റോള് ഞാനും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. നമ്മുടെ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം. ഈ ഷോർട്ട് സിനിമയിലേക്ക് ഞാൻ ഇവരെ ആരെയും സ്ക്രീൻ ചെയ്തല്ല എടുത്തത്. പക്ഷേ ഇവരുടെയൊക്കെ തന്നെ ക്ലാസ് തല, സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇതിലേക്ക് ഞാൻ നേരിട്ട് തന്നെ അവരെ വിളിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഇതിൽ അഭിനയം കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ കഥ പോലും അവർക്ക് വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തില്ല. സീനുകളാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ അഭിനയിച്ച എല്ലാവരും, ശിവ, അതേപോലെ തന്നെ പ്രണവ്, ദേവനന്ദ, അനശ്വര ചന്ദ്രൻ, ആര്യ, ഇവരെല്ലാം നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ചെയ്തത്. അഭിനയത്തിൽ മാത്രമല്ല, ആങ്കറിങ്ങിലായാലും കഥാപ്രസംഗത്തിലായാലും സംഗീതത്തിലായാലും ക്ലാസ്സിലെ ദൃശ്യാവിഷ്കരണങ്ങളായാലും സ്കിറ്റ് എടുക്കുന്നതിലായാലും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഇനിയും കൂടുതൽ അവസരങ്ങളും ഈ രംഗത്തേക്ക് കൂടുതൽ ഭാവിയും ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമ്മൾ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോർട്ട് ഫിലിം കാണണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഹിറ്റ് മീഡിയ ന്യൂസിന് വേണ്ടി നാവായിക്കുളം സ്കൂളിൽ നിന്ന് ദേവനന്ദ.